നമസ്കാരം, കൊച്ചിക്കാരൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ BJP ഈ പ്രാവശ്യം അവകാശപ്പെടുന്നത് 400+ സീറ്റുകൾ BJPക്ക് ലഭിക്കുമെന്നാണ് BJP ഈ പ്രാവശ്യം അവകാശപ്പെടുന്നത്. അത് ഈ ഒരു ക്ലിപ്പ് കണ്ടു കഴിഞ്ഞാൽ 400 അല്ല, വേണമെങ്കിൽ 500 സീറ്റ് വരെ BJPക്ക് ലഭിക്കാം. അതിനുള്ള ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണമാണ് ഈ ക്ലിപ്പ്. രണ്ടായിരത്തി 2019 നോർത്ത് ഇന്ത്യയിൽ നടന്ന ഒരു ഇലക്ഷൻ ബൂത്തിൽ നടന്ന ഒരു വിഷ്വലാണ് ഈ കാണുന്നത്. ആദ്യം ഒരു സ്ത്രീ വോട്ട് ചെയ്യിപ്പിക്കുന്നു, ഒരു സ്ത്രീയെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കുന്നു. ആ സ്ത്രീ പോയി മറ്റൊരു സ്ത്രീ വരുന്നു, അവരെയും കൈ പിടിച്ച് വോട്ട് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നോർത്ത് ഇന്ത്യയിൽ വോട്ടിംഗ് നടക്കുന്നതെങ്കിൽ BJPക്ക് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പോൾ കോൺഗ്രസിൻ്റെയും അതേപോലെ തന്നെ മറ്റുള്ള പാർട്ടികളുടെയൊക്കെ അക്കൗണ്ട് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നതിനാലും BJPക്ക് ഒരു ഭയവും വേണ്ട. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ 400+ കിട്ടും. കാരണം കാശ് എറിഞ്ഞിട്ടുള്ള കളികളാണ് നോർത്ത് ഇന്ത്യയിലുള്ളത്. അപ്പോൾ നമ്മൾ വിഷയത്തിൽ നിന്ന് തന്നെ മാറുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള തിരഞ്ഞെടുപ്പുകളൊക്കെ അയോഗ്യമാക്കണമെന്നാണ് പറയാനുള്ളത്. അതുമാത്രമല്ല, ഏത് പാർട്ടിയാണോ അവർക്കെതിരെ കേസ് കൊടുക്കണം. ഇതിപ്പോൾ ഒരു പൗരൻ്റെ മൗലികാവകാശത്തിലാണ് കൈവച്ചിട്ടുള്ളത്. ഇതിപ്പോൾ 2019 നടന്നിട്ടുള്ള ഒരു ഇലക്ഷൻ്റെ വിഷ്വലാണ്. ഇങ്ങനെയാണ് ഈ ഇലക്ഷൻ നടക്കുന്നതെങ്കിൽ BJP ഉറപ്പായിട്ടും ഈ പറഞ്ഞ 400+ സീറ്റിലേക്ക് പോയിരിക്കും. ഇപ്പോൾ കാസർഗോഡ് മണ്ഡലത്തിൽ ഇതേപോലെ തന്നെ EVM ട്രയൽ നടത്തിയിരുന്നു. ആ EVM ട്രയലിൽ ചെക്ക് ചെയ്യുമ്പോൾ കോൺഗ്രസ്സിന് ഒരു വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വോട്ടേ വരുന്നുള്ളൂ, LDFന് ഒരു വോട്ട് ചെയ്താൽ ഒരു വോട്ടേ വരുന്നുള്ളൂ. പക്ഷേ BJPക്ക് ഒരു വോട്ട് ചെയ്താൽ അത് 2 വോട്ടായിട്ട് VVPAT കാണുന്നുണ്ട്. അപ്പോൾ ഈ EVM ചെക്കിങ്ങിൻ്റെ സമയത്ത് BJPയുടെ ഏജൻറ്റുമാരാരും എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഇതൊക്കെ BJPയുടെ ഒരു വോട്ടിംഗ് സ്കാം എന്ന് വേണം പറയാനായിട്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് EVM ചെക്കിംഗ് ക്യാമ്പാണ് ഇന്നലെ കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ നടന്നത്. ഇന്നലെയും മിനിഞ്ഞാന്നും ഈ ക്യാമ്പുമായി ബന്ധപ്പെട്ട് ഞാൻ അവിടെ പോയിരുന്നു. ഇന്നലെ UDFൻ്റെ 37 ഏജൻറ്റുമാർ, സ്ഥാനാർത്ഥിയുടെ ഏജൻറ്റുമാരും LDFൻ്റെ 15-ൽ താഴെയുള്ള ഏജൻറ്റുമാരും, BJPയുടെ ആരും വന്നിട്ടില്ല, മറ്റ് സ്ഥാനാർത്ഥികളുടെ ഏജൻറ്റുമാരൊന്നും ആരും വന്നിട്ടില്ല. ഇന്നലെ ക്യാമ്പ് ആരംഭിക്കേണ്ടത് രാവിലെ 7 മണിക്കാണ്. ആരംഭിച്ചത് 10 മണിക്കാണ്. 10 മണിക്ക് ശേഷം ഈ ക്യാമ്പിൽ 20 ടേബിളുകളാണ് നിരത്തിയിട്ടുള്ളത്. അതിൽ ഓരോന്നിലും 3 അല്ലെങ്കിൽ 4 സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഓരോ ടേബിളിലേക്കും ഓരോ ബൂത്തിൻ്റെയും EVM അവിടെ എത്തും. അതിൽ ബാലറ്റ് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, VVPAT ഈ 3 മെഷീനുകൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ, മെഷീൻ സെറ്റിംഗ് ആദ്യം കഴിഞ്ഞാൽ അതിലെ ഓരോ സ്ഥാനാർത്ഥിക്കും, കാസർഗോഡ് മണ്ഡലത്തിൽ നോട്ടടക്കം 10 സ്ഥാനാർത്ഥികളാണുള്ളത്. ഓരോ സ്ഥാനാർത്ഥിക്കും ഓരോ വോട്ട് വീതം ചെയ്യലാണ് ഇതിൻ്റെ ഒരു ചടങ്ങ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ ഉടനെ VVPATൽ നിന്ന് എത്രയാണ് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് പതിപ്പിച്ചത്, അത് കൃത്യമാണോ എന്ന് പരിശോധിക്കാനുള്ള പ്രിൻ്റുകൾ എണ്ണുന്ന ഒരു പരിപാടിയാണ് അടുത്തത്. അത് എണ്ണുമ്പോൾ കാസർഗോഡ് മണ്ഡലത്തിലെ ആദ്യത്തെ സ്ഥാനാർത്ഥിയായി ബാലറ്റ് യൂണിറ്റിലുള്ളത് BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള സ്ത്രീയാണ്. അവർക്ക് താമര ചിഹ്നത്തിൽ ഓരോ സ്ഥാനാർത്ഥികൾക്ക് ഓരോ വോട്ടുകളാണ് പതിപ്പിച്ചത്. എന്നാൽ കാസർഗോട്ടെ ആദ്യത്തെ സ്ഥാനാർത്ഥിയായിട്ടുള്ള BJPക്ക് താമര ചിഹ്നത്തിൽ 2 പ്രിൻറ്റും മറ്റുള്ള സ്ഥാനാർത്ഥികൾക്കൊക്കെ ഓരോ പ്രിൻറ്റുമാണ് വന്നിട്ടുള്ളത്. അതായത് 10 സ്ഥാനാർത്ഥികൾക്ക് 10 പ്രിൻറ്റ് വരേണ്ടതിന് പകരം 11 പ്രിൻ്റാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഒരാളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കുന്നു, EVM ഇതേപോലെ ഒരാൾക്ക് വോട്ട് ചെയ്താൽ 2 വോട്ടായിട്ട് കാണിക്കുന്നു. ഇതൊക്കെ എന്താ പറയുക, ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് EVM മെഷീൻസൊക്കെ ഒഴിവാക്കി
വീണ്ടും ബാലറ്റ് പേപ്പറിലേക്ക് തിരിച്ചു പോകണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ബാലറ്റ് പേപ്പറിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ BJP എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനം ചിലപ്പോൾ ഇത്രയും സീറ്റുകളോടുകൂടി അധികാരത്തിൽ വരില്ല. എന്തായാലും ഇത്തരത്തിലുള്ള വോട്ടിംഗ് പാറ്റേണുകൾ ഇത്തരത്തിലുള്ള ഒരു മനുഷ്യൻ്റെ മൗലികാവകാശത്തിൽ കൈവയ്ക്കുന്ന രീതിയിലുള്ള വോട്ടിംഗ് പ്രക്രിയ ഇതെല്ലാം ഒഴിവാക്കി നല്ല രീതിയിൽ വോട്ടിംഗ് നേരിട്ട് കഴിഞ്ഞാൽ BJP ചിലപ്പോൾ ഇപ്പോൾ നിൽക്കുന്ന സീറ്റിൻ്റെ നേർപകുതിയായിട്ട് കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ധ്രുവ് രാധി എന്ന് പറയുന്ന ഒരു യുവ യൂട്യൂബർ അദ്ദേഹം BJP സർക്കാരിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ് ദിനം പ്രതി. ഇലക്ട്രൽ ബോണ്ട് സ്കാം, അതേപോലെ തന്നെ ഫാർമ സ്കാം, അൺഎംപ്ലോയ്മെൻറ്റ്, ഇതിനെക്കുറിച്ചെല്ലാം വീഡിയോസ് അദ്ദേഹം നിരന്തരം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ BJP സർക്കാരിനെ നല്ല രീതിയിൽ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. കാരണം ഇത്തരത്തിലുള്ള വീഡിയോസുകൾ കാണുമ്പോൾ ആളുകളുടെ മനസ്സിൽ തോന്നും BJPക്ക് വോട്ട് ചെയ്യണമോ വേണ്ടയോ എന്ന്. അപ്പോൾ ധ്രുവ് രാധി ഇപ്പോൾ 5 പ്രാദേശിക ഭാഷകളിലേക്ക് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ വികസിപ്പിച്ചിട്ടുണ്ട്. തമിഴ്, കന്നഡ, തെലുങ്കു, അപ്പോൾ മറാത്തി, ഐ തിങ്ക് അങ്ങനെയുള്ള 5 ഭാഷകളിൽ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ വികസിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ വീഡിയോസ് മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്തിട്ട് ഈ പറയുന്ന നോളേജ്, ഈ പറയുന്ന എന്താ പറയുക, അദ്ദേഹം ചെയ്യുന്ന കണ്ടൻറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻവെസ്റ്റിഗേഷൻ കണ്ടൻറ്റുകളാണ്. അപ്പോൾ ആ കണ്ടൻറ്റുകളൊക്കെ ജനങ്ങളിലേക്ക് എത്തിച്ച് ഈ ഇലക്ഷൻ നേരിടുന്നതിന് മുമ്പ് ആളുകളിലേക്ക് എത്തിച്ച് അവരെ മനസ്സിലൊരു ബോധവൽക്കരണം ഉണ്ടാക്കണമെന്നാണ് ധ്രുവ് പറയുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നതെങ്കിൽ എത്ര വീഡിയോസ് ഷെയർ ചെയ്തിട്ടും കാര്യമില്ല. കാരണം BJP തീരുമാനിക്കും ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ളത്.